പുള്ളിക്കാരിക്ക് ഒരു രീതിയിലും അത് എന്തോ മെൻ്റലി ഫിസിക്കലി പുള്ളിക്കാരി ഒരു ആക്ടല്ലായിരുന്നു, പുള്ളിക്കാരി അത് പറയുകയും ചെയ്തു. പക്ഷേ ശാരീരിക ബിൻസിയൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടെ ദിവസമൊക്കെ നിൽക്കാൻ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി. എങ്ങനെയാണ്? അല്ല, ഇത്രയും 35 ദിവസം ചെയ്യണമെന്ന് എന്താ ചെയ്തത്? ശാരി എന്തായിരുന്നില്ല, എന്നാലും അവിടെ അങ്ങനെ ഒരാളുണ്ട് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര സംഭവമായിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ എനിക്ക് വേണ്ട ഞാൻ എനിക്കിപ്പം ഒരു എപ്പിസോഡ് ബേസൊന്നും എനിക്ക് പറയാനില്ല, കാരണം ഞാൻ ആകെ ഒരു 1-2 ആഴ്ച ഞാൻ കണ്ടുകൊടുക്കുന്നതാണ്. രണ്ടാമത്തത് ഞാൻ അന്നെന്നുള്ളത് കാണുന്നതിനനുസരിച്ച് എനിക്ക് പറയുന്നുണ്ട്. അല്ല, എനിക്ക് അവരാരും ചെയ്ത കാര്യങ്ങളൊന്നും ഓർത്തിരുന്ന് പറയാൻ പറ്റുന്ന ഒരു ഇതൊന്നും എനിക്കില്ല. അത് വേണ്ടിയിട്ടൊന്നും വലിയ സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ടോട്ടൽ മൊത്തത്തിൽ വെച്ചിട്ട് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോമൺ അനീഷ് തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതെനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതിൻ്റെ പേരെ വന്നാലല്ലേ അറിയാൻ പറ്റും. പുറത്ത് കാണുന്ന പുള്ളിയെ അടുത്ത് വെച്ചിക്കൊണ്ടാണ് ഞാൻ കഴിഞ്ഞ 3 ദിവസം വിളിച്ചിരുന്നു. കഴിഞ്ഞ ലാസ്റ്റ് സീസണിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ ആ സമയത്താണ്. അതിന് മുമ്പത്തെ സീസണിൽ എൻ്റെ മോളുടെ സർജറി ഉണ്ടായിരുന്നു, അതങ്ങനെ പോയി. കഴിഞ്ഞ സീസണിലാണെന്നുണ്ടെങ്കിലും ഇൻ്റർവ്യൂ കഴിഞ്ഞു. പക്ഷേ എനിക്ക് എന്താണ് വയലൻസ് കുറവാണെന്ന് പറഞ്ഞത്. വയലൻസ് കുറവ്, പിന്നെ അത് സംസാരത്തിൽ ഭയങ്കര സ്റ്റാൻഡേർഡാണ്. അതിൽ പറഞ്ഞ ആരാണ്? പ്രവീൺ ചേട്ടൻ. അതിൽ പ്രവീൺ എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞതാണ്. കാരണം പേര് കൂടെ പറഞ്ഞില്ലെങ്കിൽ പറയും ഞാൻ ചുമ്മാ പറയണമെന്ന് പറയും. പിന്നെ എന്താ പറയുക, ലോക്കലായിട്ട്